ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് കൊടുത്തിട്ട് ബിഗ് ബോസ് പറഞ്ഞത് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല, പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ടാസ്കുകൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ടാസ്ക്കാണ്. അതായത് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് എന്നോട് മത്സരിക്കാൻ വന്ന ബാക്കി 18 പേര് അല്ലെങ്കിൽ 17 പേര് പറയൂ, അനീഷ് ഒന്നാം സ്ഥാനം എടുത്തോട്ടെ, അല്ലെങ്കിൽ ഷാനവാസ് ഒന്നാം സ്ഥാനം എടുത്തോട്ടെ, ഷാനവാസാണ് ഇവിടുത്തെ ഏറ്റവും മികച്ചതെന്ന് അവിടെയുള്ള ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തും. ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത്, എനിക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹതയുണ്ടോ, ഞാൻ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ച പ്രേക്ഷകർ അത് അംഗീകരിക്കോ, ഇത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ റാങ്ക് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, നമുക്ക് അനീഷിനെ വെച്ച് പറയാം. അനീഷിന് തോന്നുകയാണ് അനീഷ് ഒരു നല്ല ഗെയിമറാണ്, ഒന്നാം സ്ഥാനത്തിന് അർഹതയുള്ള ആളാണ്. അപ്പൊ അനീഷ് പറയുന്നു എനിക്ക് ഒന്നാം സ്ഥാനം വേണം, ഞാനത് അർഹിക്കുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങാണ്. അപ്പൊ അവിടെ മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? വേറെ ആരെങ്കിലും വിചാരിക്കുകയാണ് അനീഷിനേക്കാളും ഒന്നാം സ്ഥാനത്തിന് അർഹത അവർക്കുണ്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യണം? ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യണം അനീഷിനെ. അവർ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കണം. അവിടെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ അനീഷിനെ പോലെ ഒന്നാം സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ വന്നതായിട്ട് പ്രേക്ഷകർ ആരെങ്കിലും കണ്ടോ? ഇല്ല. പകരം നമ്മുടെ വീട്ടുകാർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നിലവിൽ ബാഡ്ജുള്ള ആരെങ്കിലും ഒരാളെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാം. അപ്പൊ അയാള് ഈ ബാഡ്ജുള്ള ആളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അയാൾ അകത്ത് പോയിട്ട് വീട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും. അത് ഭക്ഷണമായിക്കോട്ടെ, എന്താണോ ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് ആ സാധനം എടുക്കും. അപ്പൊ ബാഡ്ജ് ഉള്ളതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള, ഏറ്റവും കൂടുതൽ കായിക ശേഷിയുള്ള നമ്മുടെ ആര്യനെ ഒന്നാമതായിട്ട് ഇവർ ചൂസ് ചെയ്യാണ്. എല്ലാവരും ചേർന്നിട്ട് മനസ്സിലാക്കണം, എല്ലാവരും ചേർന്നിട്ട് ആര്യനെ ഒന്നാമത്, രണ്ടാമതും അവരൊരാളെ ചൂസ് ചെയ്യാണ്. ഈ ആള് രണ്ടാമത് പോട്ടെ, അതായത് നെവിനെയാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. പിന്നെ 3-4 സ്ഥാനങ്ങളിലൊന്നും ആരും വലിയ മത്സരമൊന്നുമില്ല, എല്ലാവരും അവരവർക്ക് വേണമെന്ന് തോന്നുന്നെടുത്ത് കയറി അങ്ങിരിക്കുകയാണ്. അതാണ് അനീഷ് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ ഗെയിം. അവരാഗ്രഹിക്കുന്നത് ആദ്യം 20 സെക്കൻഡിൽ സാധനം എടുക്കാൻ ആര്യം പോട്ടെ, 15 സെക്കൻഡ് സാധനം എടുക്കാനായിട്ട് നെവിൻ പോകട്ടെ, 10 സെക്കൻഡ് സാധനം എടുക്കാനായിട്ട് ബാക്കിയുള്ള ഓരോരുത്തർക്കും അവസരവും കിട്ടും. ടാസ്ക് കഴിഞ്ഞു. ഇതിനെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഈ അഡ്ജസ്റ്റ്മെന്റ് പാടില്ലെന്നാണ് ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞത്. ഇത് ഒരേ സമയത്ത് പണിപ്പുരയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മത്സരിക്കേണ്ട ഒരു ടാസ്ക് കൂടിയാണ്. 1 മണിക്കൂർ സമയമുണ്ട്, 45 മിനിറ്റ് അവർക്ക് ഫൈറ്റ് ചെയ്യാം. അവർ ആഗ്രഹിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, വേണമെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ധാരണയിലെത്താം. ശരി, എന്തുകൊണ്ട് അനീഷ് ഒന്നാം സ്ഥാനത്തിന് എത്തുന്നു എന്നതിന് വാലിഡ് റീസൺസ് പറയുക. അടുത്ത് ഒന്നാം സ്ഥാനത്തിന് മത്സരിക്കുന്ന വേറൊരാളുണ്ടെങ്കിൽ ആ വ്യക്തിയും എന്തുകൊണ്ട് ആ സ്ഥാനത്തിന് അർഹതയുണ്ട് എന്നുള്ളതിന് വാലിഡ് റീസൺസ് പറയുക. ഇതില് ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിന് കൺവിൻസിങ് ആവുന്നത് ആര് പറയുന്നതാണോ അങ്ങനെ ഒരു ഡിസിഷൻ എല്ലാവരും ചേർന്നെടുത്താൽ അതിനെ ഇവർ രണ്ടുപേരും അംഗീകരിക്കാൻ തയ്യാറാവുകയും വേണം. ഇങ്ങനെയുള്ള ഒരു ചർച്ചയൊന്നും അവിടെ വന്നിട്ടില്ല. കാരണം അനീഷ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവിടെ ബഹളം വച്ചപ്പോൾ വേറെ ആരും അതിനു വേണ്ടിയിട്ട് മത്സരിച്ചില്ല. പറയുന്ന കേട്ട് ആരൊക്കെയോ ഞങ്ങൾക്കൊക്കെ ഒന്ന് കിട്ടണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം, നമുക്ക് പണിപ്പുരയിൽ നിന്ന് സാധനം എടുക്കണ്ടേ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ആരും മത്സരിക്കാതിരിക്കുകയും അനീഷ് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഈ ടാസ്ക് മനസ്സിലാക്കി കളിച്ച ഏക കണ്ടസ്റ്റന്റ് അനീഷാണ്. ഇനി 45 മിനിറ്റ് ആയിട്ടും വേറൊരു സാങ്കല്പിക സാഹചര്യമാണ്. 45 മിനിറ്റ് ആയിട്ടും ഏകകണ്ഠമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ടത് ബ്രില്യൻ്റ് ആയിട്ട്, ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കണം. അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരമാവില്ല. ഇനി 10-15 മിനിറ്റേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ നഷ്ടപ്പെടാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അവിടെ ഷാനവാസ് പറഞ്ഞത് ഒരു നല്ല ഐഡിയ തന്നെയായിരുന്നു. ഓഡിയൻസിനെ കൺവിൻസ് ചെയ്താൽ മതി, അനീഷ് ഒന്നാം സ്ഥാനത്തിന് അർഹതയുള്ള ആളാണെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല, ഞങ്ങൾക്ക് അനീഷുമായിട്ട് മത്സരിക്കാൻ കഴിയും, ഇത് നീണ്ടുപോകും. ബിഗ് ബോസ് തന്നിരിക്കുന്നത് 1 മണിക്കൂർ മാത്രമാണ്. ആ 1 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പണിപ്പുരയിൽ കയറാൻ പറ്റില്ല, ടാസ്ക് ക്യാൻസൽ ആയി പോവും. അപ്പൊ ആ കാരണം കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ദുർശാഠ്യത്തിന് മുന്നിൽ ഞങ്ങൾ എല്ലാവരും വഴങ്ങിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് മാത്രം ബാക്കിയുള്ളവർക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടമാകാതിരിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനീഷിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് 2, 3, 4 പൊസിഷൻസ് കൃത്യമായി അറേഞ്ച് ചെയ്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു റാങ്കിങ് പൂർത്തിയാക്കാമായിരുന്നു. അതിനുശേഷം ടാസ്ക് ചെയ്യാമായിരുന്നു, പണിപ്പുരയിൽ കയറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമായിരുന്നു. ഈ രൂപത്തിൽ ചിന്തിക്കാൻ അവിടെ ആരും തയ്യാറായില്ലെന്ന് മാത്രവുമല്ല, കിട്ടിയ അവസരം കളഞ്ഞു കുടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ജിസേൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ അങ്ങനെ നമ്മൾ അയാൾക്ക് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ബിഗ് ബോസ് വീണ്ടും ക്യാപ്റ്റൻ ആക്കിയാലോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോമിനേഷനിൽ നിന്ന് അയാൾ ഫ്രീ ആയാലോ?
അടുത്തയാഴ്ച അയാൾ നോമിനേഷനിൽ പോയിട്ട് ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്ത് അയാൾ അകത്ത് നിന്നാൽ എന്ത് ചെയ്യും ജിസേൽ? ഇനി ബിഗ് ബോസ് ഇതൊന്നും ചെയ്യാതെ ഒരു ടാസ്ക് കൊടുത്ത് കളിച്ച് അയാൾ ജയിച്ചാൽ എന്ത് ചെയ്യും ജിസേൽ? അയാൾ ക്യാപ്റ്റനായി വന്നാൽ ഒളിച്ചോടുവോ അവിടെ നിന്ന്? അയാളെ ഫേസ് ചെയ്യാതെ ഓടിപ്പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അയാൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ പോയിട്ട് അയാൾ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ തന്നെ തുടരുകയാണെങ്കിൽ ജിസേൻ മാളത്തിൽ പോയിരിക്കുമോ? ഫൈറ്റ് ചെയ്യണ്ടേ? ബിഗ് ബോസിൽ ഒളിച്ചോടാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇവരുടെ ആ ചിന്തകൾക്ക് അടിസ്ഥാനമില്ല. ആദ്യത്തെ 45 മിനിറ്റ് ഇവർക്ക് ഫൈറ്റ് ചെയ്യാം അവരുടെ പൊസിഷൻസിന് വേണ്ടിയിട്ട്. വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത ഘട്ടം ബുദ്ധിപരമായി ചിന്തിച്ച് ഉള്ള സാഹചര്യത്തിൽ ധാരണയിലെത്തി ടാസ്ക് പൂർത്തിയാക്കാമായിരുന്നു. ഇവിടെ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇവർക്കൊന്നും കഴിയുന്നില്ല. കാരണം ഇവരിൽ കൂടുതൽ ആൾക്കാരും കിഡ്നി കൊണ്ടാണ് ചിന്തിക്കുന്നത്, തലച്ചോറ് കൊണ്ടല്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.